2024 ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ ടൈറ്റിൽ ക്യാരക്ടറായി എത്തുന്ന ചിത്രം അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുമെന്ന് ഇപ്പോഴേ ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇത് ഹിറ്റ് മേക്കർ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടി ചിത്രമാണ്. ലിജോയും നമ്മുടെ ലാലേട്ടനും ഒരുമിക്കുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ഇരുവരുടെയും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല. ചിത്രം ജനുവരി 25 റിലീസ് ആവാനിരിക്കെ 2 ടീസറും 2 പാട്ടുകളുമാണ് ചിത്രത്തിൻ്റെതായി പുറത്തു വന്നത്. മോഹൻലാൽ ആലപിച്ച റാക്ക് എന്ന ഗാനവും അഭയ ഹിരൺമയും ശ്രീകുമാറും ചേർന്ന് ആലപിച്ച ഗാനവും ഇതിനകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലിജോയ്ക്കൊപ്പം ആമേൻ, അങ്കമാലി ഡയറീസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വേറിട്ട സംഗീതാനുഭവം മലയാളികൾക്ക് നൽകിയ പ്രശാന്ത് പിള്ളയാണ് ഈ ചിത്രത്തിനും സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ്സിനും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ പ്രമേയം എന്താണെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒന്നും പുറത്തു വരാതിരിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പീരീഡ് ഡ്രാമ ആയ എന്നാൽ മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു പ്രമേയം എന്നതൊഴിച്ച് മറ്റൊന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ചിത്രത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. അഘോരികളുടെ കഥയാണെന്നും കന്നഡ ചിത്രം കാന്താരായി ഇതിന് സാമ്യമുണ്ടെന്നുമൊക്കെയുള്ള ഊഹാപോഹങ്ങൾ തുടക്കത്തിൽ ചർച്ചയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ചിത്രം രാജസ്ഥാനിലെ ഗുസ്തി പ്രധാന വിനോദമാക്കിയ ആൾക്കാരുടെയും അവരുടെ ഹീറോ ആയ വാലിബന്റെയും കഥയാണെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. അതേസമയം മോഹൻലാലിന്റെ തമിഴ് ഡയലോഗും മലൈക്കോട്ടെ എന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരും ചിത്രം ഒരു തമിഴ് ബേസ് ചെയ്തുള്ളതാകാമെന്ന് ചർച്ചകളും പ്രേക്ഷകർക്കിടയിലുണ്ട്. ആക്ഷനും വയലൻസും സ്ഥിര സാന്നിധ്യമായ ലിജോയുടെ പടങ്ങളെ പോലെ മലൈക്കോട്ടെ വാലിബനും ഒരു ഫൈറ്റ് ഓറിയന്റഡ് മൂവിയാണ്. കൂടുതലും രാജസ്ഥാനിൽ ചിത്രീകരിച്ച ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടി കാന്താരയുടെ ആക്ഷൻ സീക്വൻസുകൾ ഡിസൈൻ ചെയ്ത ആക്ഷൻ കൊറിയോഗ്രാഫർ വിക്രം മൊറയാണ് ഈ ചിത്രത്തിലും ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഫൈറ്റിന് പ്രാധാന്യമുണ്ടെങ്കിലും ഒരു ഇമോഷണൽ ഡ്രാമ കൂടിയാകും മലൈക്കോട്ടെ വാലിബൻ എന്ന് ടിനു പാപ്പച്ചൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഒരു ഫാന്റസി മോഡിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നായകൻ ആമേൻ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് PS റഫീഖ് തന്നെയാണ്. മലയാളം കൂടാതെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലെത്തുന്ന ചിത്രത്തിൽ സൊണാലി കുൽക്കർണി, കഥാനന്ദി, ഡാനിഷ് സെയ്ദ്, മനോജ് മോസസ്, ഹരീഷ് പേരടി തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.